നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക്. നിങ്ങൾക്ക് ബാങ്കിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകളിലോ അക്കൗണ്ട് ഉണ്ടെങ്കിൽ 4 ലക്ഷം രൂപ വരെ കേന്ദ്ര സഹായം ലഭിക്കും. ഇതിൻ്റെ ഭാഗമായി 456 രൂപ നിങ്ങളുടെ അക്കൗണ്ടുകളിൽ നിന്ന് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായും കാണുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ 4 ലക്ഷം രൂപ വരെ ആനുകൂല്യം ലഭിക്കും. രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും അവരുടെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച് 4 ലക്ഷം രൂപ വരെയുള്ള ആനുകൂല്യം നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ 2 സുപ്രധാന പദ്ധതികളാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. 20 രൂപയ്ക്കും 436 രൂപയ്ക്കുമാണ് 2 ലക്ഷം രൂപയുടെ പരിരക്ഷ കേന്ദ്ര സർക്കാർ നൽകുന്നത്. അപകടം മൂലമോ രോഗം മൂലമോ സാധാരണ മരണമാണെങ്കിലോ ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലാണ് വ്യത്യസ്തമായ ഈ ഒരു 2 ഇൻഷുറൻസ് പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം PMJJBY പദ്ധതി എന്താണെന്ന് നോക്കാം. PMJJY പദ്ധതി പ്രകാരം 18നും 50 വയസ്സിനും മധ്യപ്രായമുള്ള ഒരു ഇന്ത്യൻ പൗരന് ഏത് കാരണത്താൽ സംഭവിക്കുന്ന മരണത്തിനും 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ലഭിക്കും. അസുഖങ്ങൾ മൂലമോ അപകടം മൂലമോ ഇനി പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെയുള്ള മരണങ്ങളായാലും അവകാശികൾക്ക് 2 ലക്ഷം രൂപ വരെ ഈ ഒരു പദ്ധതി വഴി ലഭ്യമാവുന്നതാണ്. ഇനി ഭാഗികമായി അംഗവൈകല്യം സംഭവിച്ചാൽ 1 ലക്ഷം രൂപയും ലഭിക്കും. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പദ്ധതിയിൽ ചേരുന്നതോടെ ഉപയോക്താക്കൾക്ക് ആശങ്കകളില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ഒരു വരിക്കാരന് ഈ ഒരു പദ്ധതിയുടെ വാർഷിക പ്രീമിയം എന്ന് പറയുന്നത് 436 രൂപ മാത്രം അടച്ചാൽ മതിയാകും. ഈ ഒരു തുക എല്ലാ വർഷവും നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് സ്വമേധയാ ഈടാക്കപ്പെടും. ഈ ഒരു പ്രീമിയം തുക ഓട്ടോമാറ്റിക്കായി ഡെബിറ്റ് ആവുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച നമ്പറിലേക്ക് മെസ്സേജ് വരികയും ചെയ്യും. ഈ ഒരു പദ്ധതിയിൽ ചേർന്ന വ്യക്തിക്ക് ഏത് തരത്തിലുള്ള മരണം സംഭവിച്ചാലും ഉടമയ്ക്ക് PMJJBY പദ്ധതിക്ക് കീഴിൽ ക്ലെയിം ചെയ്യുവാനുള്ള അർഹതയുണ്ട്. 2015 ആരംഭിച്ച പദ്ധതിയിൽ ജൂൺ മുതൽ മെയ് വരെയാണ് ഓരോ വർഷത്തിലേക്കുമുള്ള ഇൻഷുറൻസ് കാലാവധിയുടെ പ്രീമിയം അടയ്ക്കേണ്ട സമയപരിധി എന്ന് പറയുന്നത്. മെയ് മാസത്തിൽ നിങ്ങളുടെ അക്കൗണ്ടുകളിൽ നിന്നും 436 രൂപ ഓട്ടോ ഡെബിറ്റായി അടുത്ത വർഷത്തേക്കുള്ള പദ്ധതി പുതുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പോളിസി കാലാവധിയിൽ ഉടമ മരണപ്പെട്ടാൽ നോമിനിക്കോ കുടുംബാംഗങ്ങൾക്കോ 2 ലക്ഷം രൂപ വരെ ലഭിക്കും. 55 വയസ്സ് വരെയാണ് കവറേജ് ലഭിക്കുന്നത്. പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട്, വിവിധ ബാങ്കുകളിലെ സേവിങ്സ് അക്കൗണ്ട്, ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് അക്കൗണ്ട് എന്നിവയിൽ ഏതെങ്കിലും ഒരെണ്ണം ഉള്ളവർക്കാണ് ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുവാൻ അവസരമുള്ളത്. പൊതുമേഖല, സ്വകാര്യ മേഖല എന്നിവയിലുള്ള SB അക്കൗണ്ടുകൾ വഴിയും നിങ്ങൾക്ക് ചേരുവാൻ സാധിക്കും. ഇതൊന്നുമില്ലാത്തവർക്ക് പോസ്റ്റ് ഓഫീസിൽ ആധാർ കാർഡും മൊബൈൽ ഫോണുമായി പോയാൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ട് 200 രൂപയ്ക്ക് എടുക്കുവാൻ സാധിക്കും. അങ്ങനെ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകുവാനും സാധിക്കുന്നതാണ്. ഈ ഒരു തുക ക്ലെയിം ചെയ്യുവാൻ നോമിനി ഇൻഷുറൻസ് ഉടമയുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടണം. ക്ലെയിം ഫോമും മരണ സർട്ടിഫിക്കറ്റും നോമിനി സമർപ്പിക്കണം. ക്ലെയിം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് തുകയായ 2 ലക്ഷം രൂപ നോമിനിയുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ലഭ്യമാവുക. മറ്റൊരു പദ്ധതിയുള്ളത് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയാണ്, അതായത് PMSBY പദ്ധതി. 20 രൂപയ്ക്ക് 2 ലക്ഷം രൂപ പരിരക്ഷ ലഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയാണിത്. ഇൻഷുറൻസ് എടുത്ത വ്യക്തി മരണപ്പെടുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ ആണെങ്കിൽ PMSBY പദ്ധതി പ്രകാരം 2 ലക്ഷം രൂപ പരമാവധി ലഭ്യമാവും. വാർഷിക പ്രീമിയം കേവലം വെറും 20 രൂപ മാത്രമാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. പദ്ധതിയിൽ അംഗമായി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടുകളിൽ നിന്നും ഓരോ വർഷവും ഓട്ടോ ഡെബിറ്റായി 20 രൂപ പിടിച്ച് ഓട്ടോ റിന്യൂവൽ ആവുകയും ചെയ്യും. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പദ്ധതിയിൽ ചേരുവാൻ സാധിക്കും. PMSBY ഇൻഷുറൻസ് എടുത്ത വ്യക്തി അപകടത്തിൽ മരണപ്പെട്ടാൽ നോമിനിക്കോ കുടുംബാംഗങ്ങൾക്കോ 2 ലക്ഷം രൂപ ലഭ്യമാക്കുന്നു. അപകടത്തിന്റെ ഫലമായി ഇൻഷുറൻസ് സംഘത്തിന് സ്ഥിരമായി അംഗവൈകല്യം ഉണ്ടാവുകയാണെങ്കിൽ 2 ലക്ഷം രൂപ ലഭിക്കും. ഇനി സ്ഥിരമായി ഭാഗികമായ അംഗവൈകല്യം സംഭവിച്ചാൽ 1 ലക്ഷം രൂപയ്ക്കുള്ള അർഹതയും ഉണ്ട്. വളരെ തുച്ഛമായ വാർഷിക പ്രീമിയത്തിലൂടെ ലഭിക്കുന്ന 4 ലക്ഷം രൂപ വരെയുള്ള സഹായം ഈ ഒരു പദ്ധതി ആരും തന്നെ നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.